പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എറണാകുളം പിറവത്ത് പാർക്ക് ഇടിഞ്ഞു താണു. 6ലേക്കാണ് പാർക്ക് ഇടിഞ്ഞു വീണത്. കൂടുതൽ ഭാഗം അപകട ഭീഷണിയിലാണ്. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പാർക്കിന്റെ ഒരു ഭാഗം ആറ്റിലേക്ക് ഇടിഞ്ഞു താണ നിലയിലാണുള്ളത്. KP അഭിലാഷ് ഉണ്ട് നമുക്കൊപ്പം. അഭിലാഷ്, എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പാർക്കിലെ ആളുകളൊക്കെ ഉള്ളപ്പോഴാണോ ഇതുണ്ടായത്? സജിത്ത്, എറണാകുളം ജില്ലയിലെ പിറവത്ത് ആണ് ഇത്തരത്തിലൊരു വലിയ അപകടമുണ്ടായത്. സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ഒരു ആൾത്തിരക്കുണ്ടായിരുന്ന സമയത്തല്ല അപകടം ഉണ്ടായത്. പുലർച്ചെ ആണ് ഇത്തരത്തിൽ പാർക്ക് ഇടിഞ്ഞ് പൂർണ്ണമായും പുഴയിലേക്ക് പതിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇത് പകൽ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് എങ്കിൽ നിരവധി ആളുകൾക്ക് ജീവഹാനി നഷ്ടപ്പെട്ടേക്കാമായിരുന്ന ഒരു അപകടം ആണ് ഒഴിവായത് എന്നതാണ് ഇപ്പോൾ ആശ്വാസകരമാകുന്നത്. ഏതാണ്ട് 150 മീറ്ററിൽ അധികം വരുന്ന പ്രദേശം ആണ് പുഴയിലേക്ക് പൂർണ്ണമായും ഇടിഞ്ഞു വീണത് എന്നതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രദേശവാസികൾ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു പ്രധാനപ്പെട്ട പാതയുടെ ഓരത്ത് തന്നെയാണ് ഈ പാത കടന്നു പോകുന്നത്. പുഴയുടെ ഓരത്തുകൂടിയാണ്. അവിടെ തന്നെയാണ് ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന തരത്തിൽ, കാഴ്ചയൊരുക്കുന്ന തരത്തിൽ ഒരു പാർക്ക് നിർമ്മിച്ചിരുന്നത്. ഇവിടെ പലപ്പോഴും 100 കണക്കിന് ആളുകൾ, കൊച്ചു കുട്ടികളെയും കൊണ്ടുമൊക്കെ നിരവധിയായ രക്ഷിതാക്കൾ വൈകുന്നേര സമയങ്ങളിൽ ഇവിടേക്ക് എത്താറുണ്ട്. തൊട്ടു ചേർന്ന് ഒരു ഓപ്പൺ ജിമ്മുണ്ട്. അവിടെ ഈ കായികമായ വിനോദത്തിന് വേണ്ടിയും പരിശീലനത്തിന് വേണ്ടിയും ഒക്കെ പലപ്പോഴും ആളുകൾ വരാറുണ്ട്. ഒപ്പം പ്രദേശത്തുള്ള ആളുകൾ, അതായത് പിറവത്ത് ബന്ധുവീടുകളിലേക്കോ മറ്റുമൊക്കെ ആളുകൾ എത്തിയാൽ അവർ സായാഹ്നങ്ങൾ ചെലവഴിക്കുന്ന ഒരിടം കൂടിയാണ് ഈ ആറ്റുതീരം പാർക്ക് എന്നതാണ്. പൊതുവെ ഏറ്റവും ശാന്തമായ ഒരു സാഹചര്യം ആണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ തീരം ഇടിഞ്ഞ് പുഴയിലേക്ക് പതിച്ചത് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം സമാനമാകുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ പിറവത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നതാണ്. ഒരുപക്ഷെ ഭൂപ്രകൃതിയിലുണ്ടായ മാറ്റം, കഴിഞ്ഞ വെള്ളക്കെട്ട് ഒക്കെ ആകാം ഇത്തരത്തിൽ അപകടം സൃഷ്ടിച്ചത് എങ്കിൽ പോലും ഇതിപ്പോൾ പ്രദേശവാസികൾ വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ റോഡ് അടക്കം ഇപ്പോൾ സുരക്ഷിതമല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനിയും ഈ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴാം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആ ദൃശ്യങ്ങളിൽ തന്നെ അതിന്റെ ഒരു ഭീകരത മനസ്സിലാകും. അവിടെ ആളുകൾക്ക് വിശ്രമിക്കാൻ പാകത്തിനുള്ള ഷെഡ് ഉണ്ടായിരുന്നു. ഒപ്പം ഈ സിറ്റിംഗ് ബെഞ്ചുകൾ നിരവധിയായി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ വെള്ളത്തിനടിയിലാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ജിമ്മിൽ പരിശീലനം നടത്താനായി ആളുകൾ എത്തിയിരുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ ആളുകൾ കൂടിയിരുന്ന സമയത്തായിരുന്നു ഈ അപകടമെങ്കിൽ വലിയ ഒരു ദുരന്തമായി അത് മാറിയേനെ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം സജിത്ത്, ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടത്, പലപ്പോഴും ഈ ഓണാഘോഷ പരിപാടികൾ ഇതേ സ്ഥലത്ത് വെച്ച് നടത്താറുണ്ട് എന്നത് ആണ്. ഇനിയും ഈ ഓണാഘോഷ പരിപാടികളൊക്കെ ഈ പാർക്കിനോട് ചേർന്നും ഒക്കെ നടത്താൻ പദ്ധതിയും ഇട്ടിരുന്നതാണ്. അങ്ങനെ ഒരു സമയത്തായിരുന്നു മണ്ണ് ഇടിയുന്നത്, പാർക്ക് ഇടിയുന്നത് എങ്കിൽ പോലും വലിയ തോതിലുള്ള അപകടം അവിടെ സംഭവിച്ചേനെ. എന്തായാലും നിലവിൽ ഈ അപകടത്തിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നത് അതായത് ആളുകൾ ഉണ്ടായിരുന്ന സമയത്തല്ല അപകടം ഉണ്ടായത് എന്നതാണ് വലിയ ആശ്വാസകരമാകുന്ന ഒന്ന്. പ്രദേശത്ത് സ്ഥലം MLA എന്നത് അനൂപ് ജേക്കബ് ആണ്. അനൂപ് ജേക്കബ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയാണ് എന്ന് നമുക്കറിയാം. അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള സംഘം ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. ആ സമയത്ത് ഉൾപ്പെടെ പ്രദേശവാസികളിൽ പലരും പരാതികൾ ഉന്നയിച്ചു എന്നാണ് അറിയാനും സാധിക്കുന്നത്. നേരത്തെ തന്നെ ഇതിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ നിലനിന്നിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം സജിത്ത്, ആശങ്കാകരമാകുന്നത് ഇതേ രീതിയിൽ തന്നെ ഏതാണ്ട് സമാനമാകുന്ന തരത്തിൽ തന്നെ പിറവത്ത് മറ്റ് ചില നിർമ്മിതികൾ കൂടിയുണ്ട്. പിറവം പള്ളിയോട് ചേർന്നും ഒക്കെയായി പല നിർമ്മിതികളും ഇതേ സമാനമാകുന്ന തരത്തിൽ പാർക്കിന്റെ സ്വഭാവത്തിലുള്ള നിർമ്മിതികളുണ്ട്. അതും എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ഒരു ആശങ്ക കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട് സജിത്ത്. അതാണ് അവിടുത്തെ സാഹചര്യം. അതാണ് അഭിലാഷം തുടരുക. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.